എല്ലാം പബ്ലിക്കായിട്ട് വിളിപ്പെടുത്താന്ന് വെച്ചിട്ടാണ്. ഒരു ദിവസം പോലും വെള്ളം നനച്ചിട്ടില്ല. വീട്ടിൽ വന്നിട്ട് പറയുന്നു എന്താ ഇത് കുളിപ്പിക്കും ഇതൊന്നുമില്ല രാവിലെ ചോദിച്ചിരുന്നു. അല്ലല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അച്ഛനൊന്നും ചെയ്തിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അവര് സംസാരിക്കണ്ട. ഇതാണ് ഗ്രേസ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ എന്ത് ചൊറിയാൻ വന്നു? ഞാൻ വായ തുറന്നാലേ ചൊറിച്ചലാണ്. എന്റെ പണി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളല്ലേ ഞാൻ. ഈ ഫാൻ ഇടോന്ന് ചോദിച്ചാൽ ആന്ന് പറഞ്ഞിട്ട് പോവേ വേണ്ടുള്ളൂ. നിങ്ങളുടെ സ്കിൻ അല്ല ഞങ്ങളുടെ. അതൊക്കെ ഓക്കെ. ഇയാൾ എന്തിനാ ഈ കിടന്നിട്ട് ഈ വട്ടത്തരം കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത. ഈ ഫാൻ ഇടാൻ എന്താ ഞങ്ങൾക്ക് അറിയാത്തതാണ്. രാവിലെ തന്നെ വന്ന് ഇപ്പൊ എടുക്കണ്ടല്ല. എനിക്ക് പച്ചക്കറി എടുത്തു തരുന്നത് അവളാ. വഴുതനങ്ങ എടുത്തു തരും, വെണ്ടക്ക എടുത്തു തരും, തക്കാളി എടുത്തു തരും. നോക്കിയിട്ട് എടുക്കുമ്പോ അച്ഛാ ഇത് ഓക്കെയാണോ, ഇത് ഓക്കെയാണോ? ഒരു കുപ്പി വെള്ളം മുഴുവൻ കുടിച്ച് എക്സസൈസ് ചെയ്തോണ്ടിരിക്കുകയാണ് ചൊത്തുമണി. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു ഫുള്ളായിട്ട് ഇന്ന് ആരും എടുക്കണ്ട. എക്സസൈസ് കഴിഞ്ഞിട്ട് ഫാൻ ഫുള്ളായിട്ട് എടുത്തോളൂ കേട്ടോ. ഓക്കെ? അല്ലേ ആ ഫാൻ അങ്ങോട്ട് തിരിച്ചിരിക്കും. ബാക്കി ഫാൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വേർത്തൊലിച്ചാൽ ഇതൊക്കെ അങ്ങോട്ട് വേവയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ? ഒരാൾ ഇടാൻ കാത്തിരിക്കരുത് കേട്ടോ. അമ്മ പറയണേ ഒന്ന് കുളിപ്പിച്ചോന്ന്. കുളിപ്പിച്ചിട്ടില്ലല്ലോ അച്ഛൻ. അച്ഛൻ രാവിലെ കുളിപ്പിക്കണുണ്ടല്ലോ, ചൂടുവെള്ളം എടുത്തിട്ട് കുളിപ്പിക്കലില്ലേ? എല്ലാം പബ്ലിക്കായിട്ട് വിളിപ്പെടുത്താന്ന് വെച്ചിട്ടാണ്. ഒരു ദിവസം പോലും വെള്ളം നനച്ചിട്ടില്ല. ചൂടുവെള്ളം എടുത്തിട്ട് ചൂടുവെള്ളം വെച്ചിട്ട് അച്ഛൻ കുളിപ്പിക്കലില്ലേ? വീട്ടിൽ വന്നിട്ട് പറയുന്നു എന്താ ഇത് കുളിപ്പിക്കും ഇതൊന്നുമില്ല രാവിലെ ചോദിച്ചിരുന്നു. കുളിപ്പിക്കുന്നില്ല അവരെന്നെ നോട്ട് ചെയ്തിട്ട്. അങ്ങനെ ഉണ്ട്. ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയുന്ന കാര്യമല്ല. അല്ലല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അച്ഛനൊന്നും ചെയ്തിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അവര് സംസാരിക്കുന്നില്ല. സംസാരിക്കണ്ട. ഇതാണ് ഗ്രേസ് ഇവിടുത്തെ അവസ്ഥ. കുളിക്ക്. ഇതിനിടയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനാണ് അതിനിടയിൽ ജീവിക്കുന്നത്. രാവിലെ നീട്ടോണ്ട് ചൊറിച്ചലാ. ഞാൻ എന്ത് ചൊറിയാൻ വന്നു? ഞാൻ വായ തുറന്നാലേ ചൊറിച്ചലാണ്. എന്റെ പണി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളല്ലേ ഞാൻ. ഞാൻ എന്ത് ചെയ്യാൻ വന്നു? ഞാൻ ഇല്ല എന്ത് കാര്യ പറഞ്ഞേ പറ. ഇന്നലെ ഞാൻ എന്ത് കാര്യ പറഞ്ഞേ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്ത് കാര്യ പറഞ്ഞേ? എവിടുന്ന് ഈ നൊണൽ ഉണ്ടാക്കി പറഞ്ഞേ? പറഞ്ഞേ ഇപ്പൊ ഇവിടുത്തെ കാര്യം ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്താ എവിഡൻസ് പറ. എന്താ ഞാൻ പറഞ്ഞ ഇന്നലെ പറ. കുടിക്കാവേ സമയമുണ്ട്. ഒന്നുമില്ല, വെറുതെ അങ്ങോട്ട് ഓരോന്ന് പറയാണ്. ശരിക്കും പറഞ്ഞാൽ അവൾ ആ കക്കൂസിനെ എടുത്ത് ശീലിക്കേണ്ടത്. ആ സമയത്ത് അവിടെ പോയി കുത്തിരിക്കും. പിന്നെ അവൾ എവിടുന്ന് ഇരിക്കാൻ അവിടെ പോയിട്ട് അതിനുള്ളിൽ പോയിരുന്നോളോ? വലിയ കക്കൂസിനുള്ളിൽ പോയിരുന്നോളോ? കുട്ടിക്ക് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യില്ല. ഒന്നും ഉണ്ടാവില്ല. വായക്ക് ഒരു ഇതും ഉണ്ടാവില്ല. കുറച്ച് നല്ല കുടിക്കണം. നോക്ക്, ഇത്രേ ആയിട്ടുള്ളൂ. ഇനി നോക്ക്, ഇനി ഒരു 10 എണ്ണം എന്നിട്ട് ബോട്ടിൽ പോട്ടെ. അപ്പൊ പണി നോക്കട്ടെ. ഇടാറേ ഇല്ല. അത് വേർത്തൊളിച്ചിരിക്കുക. ഇത് ഈ ഫാൻ ഇട്ട് അപ്പുറത്തിട്ടിട്ട് ഞാൻ വന്ന് നോക്കാറുണ്ട്. അവളും പറയാറുണ്ട് ഉരുളേണ്ട ആവശ്യം എനിക്കില്ല. അവൾക്ക് ഇടാറിയല്ലോ. അവൾ ഇടാറില്ല. ഞാൻ രാവിലെ വന്ന് ഈ ഫാൻ ഓഫ് ചെയ്തപ്പോ ഈ സ്പീഡിലുള്ളപ്പോ എനിക്ക് മനസ്സിലാക്കി കൂടെ ഫാന് ഇതിലിട്ടിട്ടാണ് ഇരിക്കുന്നത്. ഈ ഫാൻ ഇടോന്ന് ചോദിച്ചാൽ ആന്ന് പറഞ്ഞിട്ട് പോവേ വേണ്ടുള്ളൂ. ഇട്ട് കൊടുത്തോളാം. എന്താ ഫാൻ ഇടൽ ഇത്ര വലിയ? അവക്ക് ഇഷ്യൂസ് ഉണ്ട്. ഫാൻ അല്ല, നിങ്ങളുടെ സ്കിൻ അല്ല ഞങ്ങളുടെ. അതൊക്കെ ഓക്കെ. ഇയാൾ എന്തിനാ ഈ കിടന്നിട്ട് ഈ വട്ടത്തരം കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത. ഈ ഫാൻ ഇടാൻ എന്താ ഞങ്ങൾക്ക് അറിയാത്തതാണ്. രാവിലെ തന്നെ വന്ന് ഇപ്പൊ എടുക്കണ്ടല്ല. വാവക്കുട്ടി ഇതാ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റക്കിരുന്ന് കഴിക്കാനൊക്കെ അറിയാൻ ചുറ്റുമണിക്ക്. ഒരാളുടെ സഹായം ഇല്ലാണ്ട് കഴിക്കുന്നുണ്ടോ? കഴിക്കുമ്പോ തേന് കൂടെ വേണമെന്ന് മാത്രം അല്ലേ? നേരത്തെ പോണെങ്കിൽ വാവക്കുട്ടി വേഗം കഴിക്കണം കേട്ടോ. അങ്ങനെ വൈകിക്കാൻ പാടില്ല കേട്ടോ. ഫൈനലി വാവക്കുട്ടിക്കുള്ള പാല് റെഡിയായി. എനിക്ക് കഴിക്കാനുള്ള ദോശ റെഡിയായി. നീ കഴിച്ചിട്ട് ഫാസ്റ്റായിട്ട് ഇറങ്ങണം. ഇതേ രണ്ടാളും കഴിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. കഴിയാനായിട്ടില്ല. നേരമായി. പെട്ടെന്ന് കഴിക്കും മുത്തുമണിയെ. ആയിട്ടില്ലേ? 8:10 പാല് വേണ്ട അത്ര. പാൽ കുടിച്ചേ പറ്റുള്ളൂ.
ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. എടുത്ത് കുടിക്കുക കേട്ടോ, നേരല്ല. അച്ഛതാ പാലവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ, കോണീൻ്റെ അവിടെ താഴെ. കൈ കഴുകി വന്നിട്ട് കുടിക്കുക. ഓക്കെ, കുടിച്ചോളില്ലേ ടീച്ചറെ? ഞാൻ പാക്കി കേട്ടോ, വെറുപ്പായത്തില്ല രാവിലെ തന്നെ. നീക്ക് നോക്ക് വേർത്ത് ഒഴിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനിങ്ങനെ കാണിച്ച് കാണിക്കും. നീ ചിരിക്കേ നല്ല അനുസരണ. ആ തമിഴ് മസ്ത വിളിക്ക്. നോക്ക് സമയത്തിന് റെഡി ആവും. ഇല്ലെങ്കിൽ ചീത്ത കേട്ടോ അന്നത്തെ പണിക്ക് ഒന്നും പറയാനില്ല. ഇന്ന് അടിക്കും. ഒറ്റയ്ക്ക് കുടിച്ച് അമ്മ അതാ കുടിച്ചു എന്ന് പറയുന്ന കുട്ടിയാണ്. ഇങ്ങനെ രാവിലെ എന്നിട്ട് ആക്കണം. സമയത്തിന് കുടിച്ചില്ലെങ്കിൽ എത്ര. എനിവേ 8:25 ആവുന്നുണ്ട്. തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങാൻ പോവാണ്. നേരം വൈകണ്ട, നീ വേഗം പോയിക്കോളി. ഇന്ന് എന്തായാലും അവിടെ പോകുമ്പോഴേക്ക് കറക്റ്റ് സമയത്തിന് എത്തിക്കോളും. ഇന്ന് നല്ല ക്ലൗഡിയാണ് ഗൈസ്. വെയിലില്ലാതെ സമാധാനമായിട്ട് പോവാം. പൊരിവെയിലാവാതിരുന്നാൽ മതിയായിരുന്നു തിരിച്ചു വരണ നേരത്ത്. ഇത് ഏതാപ്പോൾ ഒരു വെന്യൂ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ഞാൻ ഈ കാർ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു പ്രദേശത്ത്. പുതിയ കാർ ആരെങ്കിലും വാങ്ങിയെന്നാവോ? ചെറുക്കിനിടണ്ട, അന്ന് വെയിലില്ല. വാ വരൂ, ചോട്ടുമണി വരൂ. ആ എന്നാത്തടാ ഇങ്ങോട്ട് വീണതാ. എല്ലാ കുരുത്തക്കടും കയ്യിലുണ്ട്. വെറുതെ അല്ല സ്കൂളിൽ നിന്ന് വീണെന്ന് മനസ്സിലായില്ലേ? നമ്മളെ മുമ്പിൽ ഇതാ അവസ്ഥ. അപ്പോൾ ഇവിടെ സ്കൂളിൽ പിന്നെ എങ്ങനെയൊക്കെ വീഴ്ത്തി കാണിക്കുക, ചാടി മറിഞ്ഞ് ഓടിയിട്ടൊക്കെ അല്ലേ വരിക. വെറുതെ അല്ലല്ലേ വീണത്, സത്യം പറ. ഇമാര് കുരുത്തക്കട കാണിച്ചിട്ടല്ലേ വീണ്. അതും മുണ്ടില്ല കേട്ടോ നമ്മളെ അടുത്ത്. ഇതാണ് ആളുടെ ഐഡിയ. വേഗം ആവട്ടെ, 8:25 ഇപ്പൊ ഇറങ്ങിയാൽ തന്നെ 8:45 എത്തുള്ളൂ. വേഗം ആവട്ടെ. മുടിഞ്ഞ വെയിറ്റ് ആണല്ലോ ചൊത്തുമണിക്ക്. ടാറ്റാ സ്വത്താ ടാറ്റാ. വൈകുന്നേരം ഓടി ഓടി വന്നിട്ടാ കാത്തിരിക്കേ. ആ തരാം. എന്താന്ന് കൂട്ടാൻ? കൂട്ടാനൊന്നുമില്ല. അപ്പം എന്താ ചെയ്യുക? ഞാനൊന്നും കണ്ടിട്ടില്ല. കൂട്ടാൻ ഉണ്ടാക്കാതെ ഇന്നിപ്പോ അതാ തൈരുണ്ട്, പിന്നെ അച്ചാറുണ്ട്, ബാക്കി ഫ്രിഡ്ജിലുണ്ട് അച്ചാറ്. പിന്നെ ഇവിടെ എന്തോന്നുണ്ട്, ബീൻസ് ക്യാരറ്റ് ഉപ്പേരുണ്ട്. ഇന്നലെ കൊത്തി മുറുക്കിയത്. പപ്പടം വാങ്ങിച്ചില്ല, കൂടെ ഉണ്ടായി ഓരോന്ന് കായ ഓണ കൂടെ എടുക്കാമായിരുന്നു. പപ്പടം ഇല്ല. ഇന്നിപ്പോൾ എന്താ ചെയ്യുക? വീഡിയോയിലൊക്കെ കിട്ടണമെന്ന് എഴുതിയിട്ടൊന്നുമല്ലല്ലോ, അല്ലെങ്കിലും വാങ്ങാറില്ലല്ലോ. അതന്നെ പപ്പടത്തിൻ്റെ അല്ലേ. അതിനെന്തെങ്കിലും വല്ല ഓണം വരണം, അല്ലെങ്കിൽ വിഷു വരണം, അല്ലെങ്കിൽ ഒരു പിറന്നാൾ വരണം, അപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ പപ്പടം. രാവിലെ തൊട്ട് ഉച്ച വരെ വർക്ക് തന്നെ ആയിരുന്നു. ഇപ്പോൾ ഫയലൊന്ന് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലയൻറ്റ് കണ്ട് ഓക്കെയാണ്, അവർ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ ഫർദർ വർക്ക് ചെയ്താൽ മതിയല്ലോ. നമ്മളതുവരെ കുത്തിയിരുന്ന് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ 1:30 മണി 1:45 തോന്നുന്നുണ്ട് അല്ലേ, 1:45. ഇനി ഫുഡ് കഴിക്കണം. 1:50 ഇതാ കഴിക്കാൻ തുടങ്ങുകയാണ്. ഒരാൾ കുളിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്, അധിക സാധനമൊന്നുമില്ല, അച്ചാറും തൈരും മാത്രം തന്നെ ഉള്ളൂ. തൈര് കുറവായിട്ട് യൂസ് ചെയ്താൽ മതി. നാളെ ആദ്യം പ്ലാൻ ഉണ്ട്. തകഞ്ഞില്ലെങ്കിൽ ഏതായാലും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. തൈര് എടുക്കാം, എന്നാലും മുഴുവൻ യൂസ് ചെയ്യാൻ പറ്റില്ല. പുറത്തുനിന്ന് വൈകുന്നേരം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടോ മതിയാവില്ല. പുറത്തുനിന്ന് ഇത്ര ചെറിയ പാക്കറ്റിൽ വാങ്ങിക്കുന്നുള്ളൂ. വലുതാണെങ്കിൽ ഉണ്ട്, എടുത്തോ, കുഴപ്പമില്ല. ഇത് അച്ചാറും ഉപ്പേരിയും ഉണ്ട്. വലിയ പാക്കറ്റ് ഒരെണ്ണം വെച്ചാൽ പുറത്ത് വെക്കാം, പുളി വേണം അവിയലിൽ. നല്ല പുളി ഉണ്ട്. നാളേക്ക് ഇപ്പൊ പുതിയ പാക്കറ്റ് മേടിച്ചാൽ പുളിച്ച് കിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത് കുറച്ച് അച്ചാറും ഉപ്പേരിയും ഉണ്ടല്ലോ, അത് കുറച്ച് എടുക്കാം. പേരിന് എടുക്കാനുണ്ട്, ഇല്ലാന്ന് പറയാനില്ല. പക്ഷെ ഏതായാലും പാക്കറ്റ് വാങ്ങിക്കുന്നു. ചോറും പാത്രം അവിടെ വെച്ചിട്ടുണ്ട്. ഇതും തെരഞ്ഞുകൊണ്ട് ഈ വീട് മുഴുവൻ കറങ്ങി നടക്കരുത്. മേശപ്പുറമൊക്കെ നോക്കി അങ്ങോട്ടൊക്കെ കൊണ്ട കണ്ടവരാണ് നോക്കുക, അത് കാണില്ല. ആ തൂണിന്റെ മറവുകൊണ്ട് തീരെ കണ്ടില്ല. അന്നേരം തിന്നാതെ പോയി കിടന്നു. കുനിഞ്ഞ് നടക്കണ നിങ്ങള് കണ്ടില്ലെന്നോ? അതോ അങ്ങോട്ട് ഞാൻ നോക്കിയില്ല. അപ്പുറത്തേക്ക് മുകളിലാണ് കണ്ണ് എത്താത്തത്, താഴത്ത് എത്താതായോ? അതെനിക്ക് അത്ഭുതം. ഒന്ന് ഇവിടെ ഉണ്ടാവും, ഒന്ന് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അടുക്കള താഴെ. അല്ലാതെ ഞാൻ വേറോട് കൊണ്ടുപോയി ഇവിടെ ഒക്കെ നോക്കിയിട്ട് കണ്ടില്ലേ. ഇതെവിടെ കൊണ്ടുവച്ചാണെന്നു ഇല്ല ആവോ വിചാരിച്ചു. ആ പോയി കിടന്നു. പിന്നെ
അങ്ങനെയൊന്നും കൊണ്ടക്കരുത് തന്നെ. എനിക്ക് അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് ആരെയും നോക്കുമോ? ചോറിന് ചെമ്പ് അവിടെ കൊണ്ടുവച്ചാൽ ആ എല്ലായിടത്തും തൂണിൻ്റെ മറവിലാണ് അത്. അമ്മ നാളേക്കുള്ള അവിയലിനുള്ള പച്ചക്കറി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ടൊരു 10 മിനിറ്റ് ഇരുന്നിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് തന്നെ കുട്ടീനെ കൊണ്ടുവരാറായി. കമ്പ്യൂട്ടർ ഓഫാക്കിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അന്ന് നമ്മൾ പിക്മി നമ്പർ എടുക്കാൻ വേണ്ടി പോയിരുന്നല്ലോ, അതിൻ്റെ ഒരു OTP മാത്രം പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് 1-2 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞതാ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ഇപ്പോൾ ഈ ആഴ്ചയായിപ്പോൾ സംഭവം. എന്നിട്ട് ഇപ്പോൾ ഒന്ന് ചൊവ്വാഴ്ച ഇതുവരെ ഒരു വിവരം കാര്യം വന്നിട്ടില്ല. ഞങ്ങൾ തിരിച്ചു വിളിച്ചു. അമ്മൂതേ 2-3 വട്ടം വിളിച്ചതാണ്, അവർ ഫോൺ എടുക്കണില്ല ആ ലേഡി. ഇപ്പം ഞാൻ എന്തോ വിളിച്ചപ്പോൾ ഭാഗ്യം കൊണ്ട് അത് എടുത്തു. ഇപ്പോൾ പറയണു സൈറ്റ് ഡൗൺ ആണ്, സൈറ്റ് സ്ലോ ആണ്, പിന്നെ കിട്ടുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ ഗവൺമെൻറ് കാര്യം എന്ന് പറഞ്ഞാലല്ലോ ചില്ലറ അടങ്ങാറൊന്നുമല്ല. എത്രയും നേരം ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ എടുക്കണം. ഇപ്പോൾ 6 മാസം എങ്ങാണ്ട് ആവാറായിട്ടുണ്ട് പിക്മി നമ്പറിൻ്റെ ഇതൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇനിയും റെഡി ആയിട്ടില്ല എന്നുള്ളതാണ് കോമഡി. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ സാധനം കൂടിയേ തീരുള്ളൂ. ഞാൻ വിളിച്ചപ്പോൾ അമ്മ കട്ട് ചെയ്യുകയും ചെയ്തു അല്ലേ? എത്ര വട്ടം വിളിച്ചു? 2 വട്ടം കട്ട് ചെയ്തു. ആൾക്കാരുടെ വിളി വരാൻ കാത്തിരിക്കുന്ന ആള് വിളിച്ചാൽ ചിലപ്പോൾ എടുക്കുമായിരിക്കും. ആരാണ് ആൾക്കാരുടെ വിളി? എൻ്റെ വിളിയാണോ? ഞാനെന്താ നമ്മുടെ ലവറോ? എന്താ ഉദ്ദേശിക്കണേ? എനിക്കറിയില്ല. അല്ല എന്താ ഉദ്ദേശിക്കണേ? ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട്സ് അല്ലേ? പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ വിളിക്കുമ്പോൾ ചിലപ്പോൾ വേഗം കിട്ടുമായിരിക്കും, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേഗം നടക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി ഗവൺമെന്റ് ഓഫീസ് പോകുമ്പോൾ കുട്ടി ഫോൺ വിളിക്കുകയും കുട്ടി ഡീൽ ചെയ്യുകയും ചെയ്താൽ മതിട്ടാ. അതെന്താ? അല്ല പെട്ടെന്ന് ശരിയാവാൻ. അല്ലല്ലോ, പെണ്ണുങ്ങളല്ലേ ഇരിക്കുന്നേ. പോസ്റ്റ് ഓഫീസിലൊക്കെ ചെന്നാൽ മൊത്തം ആണുങ്ങളാണല്ലോ. നമ്മളിട്ട് വട്ടം കിടക്കുമല്ലോ, അങ്ങോട്ട് ആ ഓഫീസ് ഈ ഓഫീസ്, ആ ടേബിള് ഈ ടേബിള്, ആ റൂം ഈ റൂമൊക്കെ. ഈ വെയിലത്ത് അതിനെ കൊണ്ട് പോയിട്ട് കൊണ്ടുവരാൻ എന്ത് ബുദ്ധിമുട്ടാണ്, അങ്ങനക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിനിവിടെ കൊണ്ടുവന്നാക്കിയിട്ടാണ് വെച്ചാൽ പിന്നെ ഞാൻ അവിടേക്ക് പോകണോ? അവിടെ പോണം, അവിടെ ഒന്നും കിട്ടില്ലേ. അവിടെ പോയിട്ട് ഒറ്റയടിക്ക് പരിപാടി ആ ടൗണിലേക്ക് പോകണ്ട അങ്ങോട്ട്. അതാകുമ്പോ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ AC ഉണ്ടാവും, ചൂടെടുത്തിട്ട് തെക്കണ്ട. കടയിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ ഈസി ആയിട്ട് വാങ്ങിക്കാൻ ഒറ്റ പോരലും ഉള്ളിൽ കിടന്നിട്ടോ. ഇവൾക്ക് നല്ല ഇഷ്ടമാണ്. കാരണം ഇവള് സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഇങ്ങനെ തേരാപ്പാരം നടന്നുകൊണ്ടിരിക്കും, അറിയോ? പക്ഷെ അങ്ങനെ വിട്ടു പോരേ. അല്ല അതിന് നടക്കാൻ വേറെ ഓരോന്നൊക്കെ നോക്കി ഇരിക്കാവോ? അതിന് നടക്കും ചെയ്യും. എനിക്ക് പച്ചക്കറി എടുത്തു തരുന്നത് അവളാ. വഴുതനങ്ങ എടുത്തു തരും, വെണ്ടക്ക എടുത്തു തരും, തക്കാളി എടുത്തു തരും. തക്കാളിയൊക്കെ എടുത്ത് നോക്കിയെടുക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? കേട് വന്ന തക്കാളി ഏതാന്ന് ഇങ്ങനെ തിരിച്ചും മറിച്ച് എടുക്കും. ആദ്യമൊക്കെ നോക്കിയിട്ട് എടുക്കുമ്പോൾ അച്ഛാ ഇത് ഓക്കെയാണോ, ഇത് ഓക്കെയാണോ, ഇതെടുക്കട്ടെ. ഇപ്പൊ നോക്കിയെടുക്കും, കേട്ടിട്ടുണ്ടെങ്കിൽ മാറ്റി വയ്ക്കും. എന്നിട്ട് പറയും ചെയ്യും ഇത് കേടാ, എന്നിട്ട് അപ്പുറത്തേക്കാട് വയ്ക്കും ഇത് നല്ലതാ, എന്നിട്ട് ഇങ്ങനെ കവറിലേക്ക് എടുത്തിടും. അങ്ങനത്തെ മുതലേ അതിലെ പച്ചക്കറി കാണാനൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മ എന്താ ചെയ്യുന്ന? എന്താ ചെയ്യുന്ന? അമ്മ ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? നീ കഴിക്കണ്ടേ? ഒന്നും കഴിക്കണ്ടല്ലോ, വർത്താൻ പറയണം. ഞാൻ എന്താ ചെയ്യുന്ന പറയുമ്പോ ഉടനെ വർത്താൻ പറയണം. എന്താ പയ്യന്റെ? എന്നെ പയ്യന്റെ പറഞ്ഞ ഞാനാണോ വ്ളോഗുകള്? അവന്റെ വ്ളോഗ് എടുപ്പിന് ആരാ? അമ്മയാ? എന്തിനാണ് അമ്മയല്ലേ പറഞ്ഞ? അമ്മേനല്ലേ വ്ളോഗ് എടുക്കാറ്? അമ്മ വ്ളോഗ് എടുക്കാറില്ലേ വാവേ? അമ്മല്ല, ഞാൻ വ്ളോഗ് എടുക്കുമ്പോ അമ്മയല്ലേ വ്ളോഗ് പറയാറ്. അമ്മ ഒന്നും പറയുന്നില്ലല്ലോ. അമ്മ എന്താ വ്ളോഗ് അമ്മയല്ലേ പറയാറ്? അമ്മ ഗുമ്മാന്നല്ല. അപ്പൊ എന്താ വിശക്കുണ്ടോ ഇല്ലേ? അത് പറ ശരി. എന്താ പയ്യന്റെ ശരിക്കും വ്ളോഗ് ശരിക്കും അയച്ചില്ല. എന്താ ഞാൻ പറയണ്ട്? അത് പറ. എന്തൊക്കെയാ പറയണ്ട് പറഞ്ഞാല് കുഞ്ഞാലിക്കുട്ടിയെ പിന്നെ പോയിക്കോ. നീ ഞാൻ പറഞ്ഞു പോയിക്കോളാം. പറന്നു പോവാണോ? എവിടേക്കാണ് പറന്നു പോവാൻ പോണേ? മതിയാ? ഓർമ്മ വാവക്കുട്ടി ഇപ്പൊ അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഇരിക്കണില്ലേ വലിയ ഇതില്? രണ്ടാമത്തെ കുട്ടി വന്ന എന്ത് ചെയ്യും? ഈ കുഞ്ഞുവാവ വന്നു കഴിഞ്ഞാലേ വാവ എവിടെ പോയിട്ട് ഇരിക്കും? എനിക്ക് പാവല്ലേ കുഞ്ഞാവ്. കുഞ്ഞാവിനെ ആരെങ്കിലും ഒന്ന് എടുത്തു പോണ്ടേ? ഞാൻ പിന്നെ കടയില്ല. ഒരു യൂട്യൂബിൽ അല്ല ഒരു ഇതിൽ കണ്ടിരുന്നു ഒരു വീഡിയോ. സെക്കൻഡ് ബോൺ വന്നാൽ ഫസ്റ്റ് ബോണിന്റെ സാക്രിഫൈസസ് എങ്ങനെയാണെന്ന്. പാവം എനിക്കിപ്പോ ഇതിന് ഓർമ്മ വന്നു. നമ്മൾ രണ്ടാമത്തെ കുട്ടി വന്ന ആദ്യത്തെ കുട്ടീനെ ഇഗ്നോർ ചെയ്യും. ഇഗ്നോർ അല്ല, എന്താ പറയാ, കെയർ കുറച്ച് അധികം അതിന് കൊടുക്കും.
ഇപ്പൊ കിടക്കുന്ന സമയത്തൊക്കെ ഇവളല്ലേ എൻ്റെ അടുത്ത്. ഇപ്പൊ സെക്കൻഡ് അത് വരുമ്പോ ഫീഡൊക്കെ ചെയ്യുമ്പോ അതായിരിക്കില്ല അടുത്ത്. അപ്പൊ അത് കണ്ടോ, അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും അറിയോ, മൂത്തത് ആ രണ്ടാമത്തെ കുട്ടീനെ അപ്പുറത്ത് വേണ്ടത്തൊന്നും പറയരുത് അതിന്റെ മുമ്പിൽ വെച്ചിട്ട്. അല്ലല്ല നല്ല കാര്യമാണ്. രണ്ടാമത്തെ കുട്ടിക്ക് ഉമ്മ കൊടുത്തു, എന്നിട്ട് കുറച്ചങ്ങനെ നീക്കി വെച്ചു, എന്നിട്ട് ഉറങ്ങിക്കഴിഞ്ഞു. ആ കുട്ടി ഉറങ്ങി, ആ അമ്മയും ഉറങ്ങി. എന്നിട്ട് ആ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കാണ് ആ കുട്ടി. അപ്പൊ ആ കുട്ടീനാണ് നീക്കി അപ്പുറത്തേക്ക്. അപ്പൊ ആ അമ്മ കണ്ണ് മുഴിച്ച് നോക്ക, ആ കുട്ടി ഉറങ്ങി. അത് നല്ല ഉറക്കം. അപ്പൊ നല്ല കെട്ടിപ്പിടിച്ച് ഇവരും ഉറങ്ങി. ചൊത്തമണിക്ക് കൊയ്യ അടുത്തത് കട്ട് ചെയ്യാം. അവിടെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യാം കേട്ടോ നമുക്ക്. കുട്ടി അമ്മൊക്കെ കഴിച്ചിട്ട് പോയി. ഇനി അമ്മയ്ക്കുള്ള ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഞാനും കഴിക്കാൻ പോവാണ് ഡിന്നർ. എനിക്കൊരൊറ്റ ഡിന്നറേ ഉള്ളൂ, അവർക്ക് മാത്രമാണ് പിന്നെ സെക്കൻഡ് ഡിന്നർ ഉള്ളത്. ചെറുപയർ ദോശയാണ് ഉണ്ടാക്കുന്നത്. ടി വിയിൽ ഉപ്പും മുളകും ഓടിക്കൊണ്ടിരിക്കണു. ഇവിടെ അമ്മ ദോശ കഴിച്ചുകൊണ്ടിരിക്കണു. ഞാൻ എൻ്റെ ദോശ അവിടെ റെഡിയാക്കി. എന്തിന് കുളിച്ച് അതിനും കുളിപ്പിച്ച് ഞാനും കുളിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഡ്രസ്സ് ഇട്ട് കൊടുത്തരാ. അതിനും ഇട്ട് കൊടുക്കും. അതിന് എവിടെ വരുന്നത് കളിന്ന് ഇത് തണുത്തിട്ട് ഞാൻ ഫസ്റ്റ് ഡ്രസ്സ് ഇട്ടു. അതിന് തുടങ്ങിയതാ കരച്ചിൽ. ഇനിയെങ്കിലും ഞാൻ ഫസ്റ്റ് ആവണ്ടേ, ഇനിയെങ്കിലും ഫസ്റ്റ് ആവണ്ടേ. അതെ, നാളെ ബാബു ഫസ്റ്റ് ആവണം കേട്ടോ. നാളെ രണ്ടുപേരും ഫസ്റ്റ് ആവും. ആ അതന്നെ, നാളെ ബാബുക്കുട്ടി ഫസ്റ്റ് ആവും. നാളെ അച്ഛൻ മേ കഴുകി തരുമല്ലോ, നല്ല എണ്ണൊക്കെ തേപ്പിച്ച് സൂപ്പറാക്കിയിട്ട്. അല്ല വേവേ രണ്ടെണ്ണാണ് കുട്ടിക്ക് ഇത് ഒന്ന് എനിക്ക് അതേപോലെ അത് 1 ഇത് 3. മനസ്സിലായോ? ടോട്ടലാണ് പറ. വൈകിട്ട് മൊത്തം 2 മതി. തെളിവായി ഞങ്ങൾ പറയുന്നില്ലേ, പിന്നും അത് ഇതാക്കി. നിങ്ങൾ എങ്ങനെ ഷെയർ ചെയ്തെടുത്തോ? എനിക്ക് എത്ര കണക്ക് കിട്ടിയാൽ എനിക്ക് അത് 1 ഇത് 3. അപ്പൊ മൊത്തം കണക്ക് തന്നാ പോരെ. 4 അത് 2. ആ അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. എനിക്ക് അങ്ങനെ വയ്യ. പച്ച 4 ഇത് 2. കബ എന്താ എപ്പോ തുടങ്ങിയതാണിത്? തീരെ വയ്യ. ഒന്നാമത്തെ മാസം തുടങ്ങിയതല്ലേ, ഇത് 6ാമത്തെ മാസമായില്ലേ. ഇനി കഫത്തിനൊരു അടക്കം വന്നിട്ടില്ല. രാവിലെ കുഴപ്പമില്ല, ഈ സമയത്താണ് രാത്രി സമയത്തൊക്കെ ഭയങ്കര യുഗം പോണ പോലെ ഉണ്ട്. ഓരോ രാത്രി നല്ല ഒന്നാമത് ടെമ്പറേച്ചർ തണുക്കല്ലേ, ക്ലൈമറ്റ് മാറുന്നതാണ് പ്രശ്നമേ. കുട്ടിക്ക് അമ്മൂനും ദോശ ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഞാനും ഒരു ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. സെക്കൻഡ് ഡിന്നറിൽ ഞാൻ കഴിക്കാറില്ലാത്തതാണ്. ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ചമ്മന്തി ബാക്കിയുണ്ട്. എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്, ഉള്ളി ചമ്മന്തി. അപ്പോൾ എല്ലാവർക്കും ഡിന്നറൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു. നേരെ നമ്മളെ കമ്പ്യൂട്ടർ റൂമിലെത്തി. ഇനിയിപ്പോൾ ഇന്നത്തെ വ്ളോഗ് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാം. മറ്റുള്ള വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.